നമസ്കാരം. ഓ ഓ കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം സർഗം 29. ഇപ്പോൾ തേരിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്ന ഖരനോട് അനുനയത്തിൽ ആണെങ്കിലും കോപത്തോടെ ചില കടുപ്പമേറിയ വാക്കുകൾ ശ്രീരാമൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഉപദേശ രൂപത്തിലെന്ന പോലെ. എന്നാൽ അവൻ്റെ മരണം മുന്നിലെത്തിക്കഴിഞ്ഞു എന്നു സൂചിപ്പിച്ചുകൊണ്ട് ചില ഉപദേശരൂപേണ ചില കാര്യങ്ങളൊക്കെ ഖരനോട് പറയുകയാണ്. എല്ലാവർക്കും ഉപദ്രവമുണ്ടാക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്നവനെ 3 ലോകങ്ങളും വെറുക്കുകയുള്ളൂ. അവരെ തീർച്ചയായിട്ടും ദുഷ്ടസർപ്പത്തെ പോലെ വകവരുത്തും എന്നൊക്കെ രാമൻ ഖരനോട് പറയുന്നു. ദണ്ഡകാരണ്യത്തിൽ വളരെ ധർമ്മം ആചരിച്ചുകൊണ്ട് താമസിക്കുന്ന താപസന്മാരെ എല്ലാം നീ കൊന്നില്ലേ? അതെന്തിനായിരുന്നു? അവർ വളരെ നിഷ്കളങ്കരായിരുന്നില്ലേ? എന്നിട്ട് നീ അവരെ കൊന്നുകളഞ്ഞു, ഒരു കാര്യവും കൂടാതെ. അങ്ങനെയുള്ള ക്രൂരന്മാർ ഏറെക്കാലമൊന്നും ഈ ഭൂമിയിൽ വാഴുകയില്ല. നിന്നെ വധിക്കുവാൻ രാജാവിനാൽ നിയുക്തനായി എത്തിയവനാണ് ഞാനെന്ന് രാമൻ ഖരനോട് പറയുന്നു. നീ കൊന്നുകളഞ്ഞ ധർമ്മചാരികളെല്ലാം ഇപ്പോൾ നിന്റെ മരണം കാത്ത് നോക്കി നിൽക്കുകയാണ് ആകാശത്തിൽ. അവർ വിമാനസ്ഥരായി ഇന്ന് നിന്റെ മരണം കാണും, അത് തീർച്ചയാണ്. നീ നിൻ്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ എന്നോട് ചെയ്തുകൊള്ളൂ, പക്ഷേ നിന്നെ ഞാൻ ഇന്ന് അറുത്തു വീഴ്ത്തുമെന്നുള്ളത് നിശ്ചയമാണ് എന്ന് ശ്രീരാമൻ ഖരനെ ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ശ്ലോകം 15. ഏവമുക്തസ്തു രാമേണ ക്രുദ്ധ സംരക്തലോചനഃ പ്രത്യുവാച തതോ രാമം പ്രഹസൻ ക്രോധമൂർച്ഛിതഃ. ക്രോധത്തോടെ രക്താക്ഷനായി രാമൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ക്രോധിച്ച് ലക്കുകെട്ട് അവൻ രാമനോട് മറുപടി പറഞ്ഞു, ചിരിച്ചും കൊണ്ട്. ശ്ലോകം 16. പ്രാകൃതാൻ രാക്ഷസാൻ ഹത്വാ യുദ്ധേ ദശരഥാത്മജ ആത്മനാ കഥം ആത്മാനാം അപ്രശസ്യം പ്രശംസസി. ക്രോധത്തോടെ 16ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: പ്രാകൃതരായ രാക്ഷസരെ യുദ്ധത്തിൽ കൊന്നിട്ട് ദശരഥപുത്ര അപഹാസ്യനായ നീ മേനി പറയുന്നു. ശ്ലോകം 17. വിക്രാന്ത ബലവന്തോ വാ യേ ഭവന്തി നരർഷഭാഃ കഥയന്തി നദേ കിംചിത് തേജസാ ചാതിഗർവിദാഃ. വിക്രമശാലികളും ബലവാന്മാരുമായ ജ്യേഷ്ഠ മനുഷ്യർ സ്വന്തം വീര്യത്തിൽ ദുർമതത്തോടെ ഒന്നും പറയാറില്ല. ശ്ലോകം 18. പ്രാകൃതാസ്ത്വകൃതാത്മാനോ ലോകേ ക്ഷത്രിയപാംസനാഃ നിരർത്ഥകം വികഥ്യന്തേ യഥാ രാമ വികഥ്യസേ. രാമ, വീൺവാക്കുകൾ പറയും പോലെ മേനി പറയുന്നവർ അല്പന്മാരായ ക്ഷത്രിയ കുലാധമന്മാർ മാത്രമാണ്. ശ്ലോകം
19. കുലം വ്യപദിശൻ വീര സമരേ കോപിധാസ്യതി മൃത്യുകാലേ തു സംപ്രാപ്തേ സ്വയം അപ്രസ്തവേസ്തവം. കുലാഭിമാനമുള്ള ഏത് വീരനാണ് മൃത്യുകാലമണയുമ്പോൾ അപ്രസക്തമായ ആത്മപ്രശംസ ചെയ്യുക? ശ്ലോകം 20. സർവധാതു ലഘുത്വം തേ കഥതേന വിദർശിതം സുവർണപ്രതിരൂപേണ തത്താനേവ കുശാഗ്നിന. നിന്റെ ജൽപ്പനങ്ങൾ കൊണ്ട് നീ വെളിവാക്കുന്നത് എല്ലാ വിധത്തിലും അല്പത്തം മാത്രമാണ്. ദർഭപ്പുല്ലിൽ കത്തിപ്പിടിച്ച് ജ്വലിക്കുന്ന അഗ്നി സ്വർണപ്രഭമായിരിക്കും പോലെ. ശ്ലോകം 21. നതു മാമിഹ തിഷ്ടന്തം പശ്യസി ത്വം ഗദാധരം ധരാധരമിവാകമ്പ്യം പർവ്വതം ധാതുഭീക്ഷിതം. ഗദയെടുത്ത് നിൽക്കുന്ന എന്നെ കാണുന്നില്ലേ? ധാതുക്കളാൽ ശോഭിക്കുന്ന ഭൂതരത്തെ പോലെ അകമ്പ്യനായി, അതായത് ഇളക്കാനാവാത്തവനായി നിൽക്കുന്ന എന്നെ. ശ്ലോകം 22. പര്യാപ്തോഹം ഗദാപാണിർ ഹന്തും പ്രാണാന്രണേ തവ പ്രളയാണാപി ലോകാനാം പാശഹസ്ത ഇവാന്തകാം. ഗദാപാണിയായ ഞാൻ മതി പോരിൽ നിന്റെ പ്രാണനെടുക്കാൻ. 3 ലോകത്തിൻ്റെയും അന്ത്യം വരുത്താൻ കഴിവോടുകൂടിയ കാലനെ പോലുള്ള ഞാൻ. ശ്ലോകം 23. കാമം ബഹ്വവിവക്തവ്യം ത്വയി വക്ഷ്യാമി നത്വഹം അസ്തം പ്രാപ്നോതി സവിത യുദ്ധവിഗ്രസ്തോ ഭവേദ. നിന്നോട് പറയാൻ വളരെയുണ്ട്, എങ്കിലും ഇപ്പോഴൊന്നും ഞാൻ പറയുന്നില്ല. എന്തെന്നാൽ സൂര്യൻ അസ്തമിച്ചു കളയും, അപ്പോൾ യുദ്ധം തുടങ്ങും. 23 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.